യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങളുടെ പ്രവാസത്തിൻ്റെ 25-ാം ആണ്ടിൻ്റെ ആരംഭത്തിങ്കൽ 10-ാം തീയതി നഗരം പിടിക്കപ്പെട്ടതിൻ്റെ 14-ാം ആണ്ടിൽ അന്നേ തീയതി തന്നെ യഹോവയുടെ കൈ എൻ്റെ മേൽ വന്ന് എന്നെ അവിടേക്ക് കൊണ്ടുപോയി. ദിവ്യ ദർശനങ്ങളിൽ അവൻ എന്നെ ഇസ്രായേൽ ദേശത്ത് കൊണ്ടുചെന്ന് ഏറ്റവും ഉയർന്ന ഒരു പർവ്വതത്തിന്മേൽ നിർത്തി. അതിന്മേൽ തെക്കുമാറി ഒരു നഗരത്തിൻ്റെ രൂപം പോലെ ഒന്ന് കാണുവാനുണ്ടായിരുന്നു. അവൻ എന്നെ അവിടെ കൊണ്ടുചെന്നു. അവിടെ ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ കാഴ്ചയ്ക്ക് താമ്രം പോലെ ആയിരുന്നു. അവൻ്റെ കയ്യിൽ ഒരു ചണച്ചരടും അളവുദണ്ഡും ഉണ്ടായിരുന്നു. അവൻ പടിവാതിൽക്കൽ നിന്നു. ആ പുരുഷൻ എന്നോട്, മനുഷ്യപുത്ര, നീ കണ്ണുകൊണ്ട് നോക്കി ചെവികൊണ്ട് കേട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ പോകുന്ന എല്ലാറ്റിലും ശ്രദ്ധ വയ്ക്കുക. ഞാൻ അവ നിനക്ക് കാണിച്ചു തരുവാനായിട്ടാകുന്നു നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. നീ കാണുന്നതൊക്കെയും ഇസ്രായേൽ ഗൃഹത്തോട് അറിയിക്ക എന്ന് കൽപ്പിച്ചു. എന്നാൽ ആലയത്തിനു പുറമേ ചുറ്റും ഒരു മതിലുണ്ടായിരുന്നു. ആ പുരുഷൻ്റെ കയ്യിൽ 6 മുഴം നീളമുള്ള ഒരു അളവുദണ്ഡ് ഉണ്ടായിരുന്നു. മുഴമോ 1 മുഴവും 4 വിരലുമത്രേ. അവൻ മതിൽ അളന്നു. വീതി 1 ദണ്ഡ്, ഉയരം 1 ദണ്ഡ്. പിന്നെ അവൻ കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിങ്കൽ ചെന്ന് അതിൻ്റെ പതനങ്ങളിൽ കയറി ഗോപുരത്തിൻ്റെ ഉമ്മരപ്പടി അളന്നു. അതിൻ്റെ വീതി 1 ദണ്ഡ്, മറ്റേ ഉമ്മരപ്പടിയുടെ വീതിയും 1 ദണ്ഡ്. ഓരോ മാടത്തിനും 1 ദണ്ഡ് നീളവും 1 ദണ്ഡ് വീതിയും ഉണ്ടായിരുന്നു. മാടങ്ങൾ തമ്മിൽ 5 മുഴം അകന്നിരുന്നു. ഗോപുരത്തിൻ്റെ ഉമ്മരപ്പടി അകത്ത് ഗോപുരത്തിൻ്റെ പൂമുഖത്തിനരികെ 1 ദണ്ഡായിരുന്നു. അവൻ ഗോപുരത്തിൻ്റെ പൂമുഖം അകത്തുവശം അളന്നു. 1 ദണ്ഡ്. അവൻ ഗോപുരത്തിൻ്റെ പൂമുഖം അളന്നു. അത് 8 മുഴവും അതിൻ്റെ കട്ടിളക്കാലുകൾ 2 മുഴവുമായിരുന്നു. ഗോപുരത്തിൻ്റെ പൂമുഖം അകത്തോട്ടായിരുന്നു. കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൻ്റെ മാടങ്ങൾ ഇപ്പുറത്ത് 3-ഉം അപ്പുറത്ത് 3-ഉമായിരുന്നു. 3-നും ഒരേ അളവും ഇപ്പുറത്തും അപ്പുറത്തുമുള്ള കട്ടിളക്കാലുകൾക്ക് ഒരേ അളവുമായിരുന്നു. അവൻ ഗോപുര പ്രവേശനത്തിൻ്റെ വീതി അളന്നു. 10 മുഴം. ഗോപുരത്തിൻ്റെ നീളം അളന്നു. 13 മുഴം. മാടങ്ങളുടെ മുമ്പിൽ ഇപ്പുറത്ത് 1 മുഴമുള്ള ഒരു അതിരഴിയും അപ്പുറത്ത് 1 മുഴമുള്ള ഒരു അതിരഴിയും ഉണ്ടായിരുന്നു. ഇപ്പുറത്തും അപ്പുറത്തും ഓരോ മാടവും 6 മുഴമുള്ളതായിരുന്നു. അവൻ ഒരു മാടത്തിൻ്റെ മേൽപ്പുര മുതൽ മറ്റേതിൻ്റെ മേൽപ്പുര വരെ അളന്നു. വാതിലോട് വാതിൽ 25 മുഴമായിരുന്നു. അവൻ പൂമുഖം അളന്നു. 20 മുഴം. ഗോപുരത്തിൻ്റെ മാടങ്ങൾ ചുറ്റും പ്രാകാരത്തിലേക്ക് തുറന്നിരുന്നു. പ്രവേശന വാതിലിൻ്റെ മുൻഭാഗം തുടങ്ങി അകത്തെ വാതിൽക്കലെ പൂമുഖത്തിൻ്റെ മുൻഭാഗം വരെ 50 മുഴമായിരുന്നു. ഗോപുരത്തിനും പൂമുഖത്തിനും അകത്തേക്ക് ചുറ്റിലും മാടങ്ങളിലും ഇടത്തൂണുകളിലും അഴിയുള്ള ജാലകങ്ങളുണ്ടായിരുന്നു. ആ ജാലകങ്ങൾ അകത്ത് ചുറ്റുമുണ്ടായിരുന്നു. ഓരോ ഇടത്തൂണിന്മേലും ഈന്തപ്പനകളും ഉണ്ടായിരുന്നു. പിന്നെ അവൻ എന്നെ പുറത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടുചെന്നു. അവിടെ പ്രാകാരത്തിന് ചുറ്റും മണ്ഡപങ്ങളും ഓരോ കൽത്തളവും ഉണ്ടായിരുന്നു. കൽത്തളത്തിങ്കൽ 30 മണ്ഡപം ഉണ്ടായിരുന്നു. കൽത്തളം ഗോപുരങ്ങളുടെ നീളത്തിന് ഒത്തവണ്ണം ഗോപുരങ്ങളുടെ പാർശ്വത്തിലായിരുന്നു. അത് താഴത്തെ കൽത്തളം. പിന്നെ അവൻ താഴത്തെ ഗോപുരത്തിൻ്റെ മുൻഭാഗം മുതൽ അകത്തെ പ്രാകാരത്തിൻ്റെ പുറത്തെ മുൻഭാഗം വരെയുള്ള അകലം അളന്നു. കിഴക്കോട്ടും വടക്കോട്ടും 100 മുഴം വീതമായിരുന്നു. വടക്കോട്ട് ദർശനമുള്ള പുറത്തെ പ്രാകാര ഗോപുരത്തിൻ്റെ നീളവും വീതിയും അവൻ അളന്നു. അതിൻ്റെ മാടങ്ങൾ ഇപ്പുറത്ത് 3-ഉം അപ്പുറത്ത് 3-ഉമായിരുന്നു. അതിൻ്റെ ഇടത്തൂണുകളും പൂമുഖവും 1-ാമത്തെ ഗോപുരത്തിൻ്റെ അളവ് പോലെ ആയിരുന്നു. അതിൻ്റെ നീളം 50 മുഴവും വീതി 25 മുഴവുമായിരുന്നു. അതിൻ്റെ ജാലകങ്ങളും പൂമുഖവും ഈന്തപ്പനകളും കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൻ്റെ അളവ് പോലെ ആയിരുന്നു. 7 പതനത്താൽ അതിലേക്ക് കയറാം. അതിൻ്റെ പൂമുഖം
അതിൻ്റെ അകത്തുഭാഗത്തായിരുന്നു. അകത്തെ പ്രാകാരത്തിന് വടക്കോട്ടും കിഴക്കോട്ടുമുള്ള ഗോപുരത്തിന് നേരെ ഒരു ഗോപുരമുണ്ടായിരുന്നു. ഒരു ഗോപുരം മുതൽ മറ്റേ ഗോപുരം വരെ അവൻ അളന്നു 100 മുഴം.